ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു ചിക്കൻ റോൾ ഉണ്ടാക്കിയാലോ. പെട്ടെന്ന് എങ്ങനെയാണ് നമുക്കൊരു ചിക്കൻ റോൾ റെഡിയാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അതെ, ഇന്ന് നമുക്കൊരു ചിക്കൻ റോൾ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനിതേ ഒരു 3/4 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഒരു 1/4 സ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുവാണേ. ഇനി നമുക്ക് ഇച്ചിരി ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ചെറു ചൂടുവെള്ളമേ, നമുക്കൊരു 4 സ്പൂണ് ചെറു ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ഇത് ഇളക്കി നമ്മൾ വെക്കുമൊന്നും വേണ്ട. നമ്മൾ ഇതിനകത്തേക്ക് തന്നെ ഇട്ട് നമുക്കൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിനകത്തേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാവേ. ഇപ്പം മൈദ വേണ്ട എന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടിയാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ 1 കപ്പ് മൈദ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തേ. ഞാൻ എപ്പോഴും എടുക്കുന്ന മൈദ എന്ന് പറയുന്നത് നമ്മളെ എലൈറ്റിൻ്റെ മൈദയാണ് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ആ മൈദ തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഞാനിത് ഗോൾഡ് വിന്നറിൻ്റെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ അല്ലാത്ത എന്ത് ഓയിൽ, ഒലീവ് ഓയിലോ എന്നാ ഓയിലാണെങ്കിലും കുഴപ്പമില്ല, ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ആ വെള്ളം മതിയെങ്കിൽ നമ്മളതിനകത്ത് കുഴച്ചെടുക്കണം. നമ്മൾ ആ ഈസ്റ്റും ഒക്കെ ഒഴിച്ചേക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ശകലിച്ച് ഒരു സ്പൂണിനകത്ത് ഇച്ചിരിച്ച് ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ നനച്ചെടുക്കണം. ചെറു ചൂടുവെള്ളത്തിലായിരിക്കണേ നമ്മളിത് കുഴയ്ക്കുന്നത്. ലൈറ്റ് ചൂടുവെള്ളം, പച്ചവെള്ളത്തിൽ ഒഴിക്കരുത്. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. ഇതെങ്ങനെ നല്ലപോലെ നല്ല ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഇത് നല്ലപോലെ നമ്മൾ കുഴച്ചിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ മൈദ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ ഈ ഈസ്റ്റും ഒക്കെ ഇട്ടതല്ലേ ഒന്ന് ചെറുതായിട്ടൊന്ന് മയമായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ പുറത്തേക്ക് ഒരിച്ചിരി ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് നമുക്കതൊന്ന് വെക്കാവേ. ഒന്ന് നല്ലപോലെ ഒന്നുകൂടെ നല്ലപോലെ ഇങ്ങനെ ആക്കി നമുക്ക് കുറഞ്ഞതൊരു 15 മിനിറ്റ് വെക്കാം. ഇനിയിപ്പം കൂടുതൽ നേരം വെക്കണമെങ്കിൽ കൂടുതൽ നേരം വെക്കാം. ഇപ്പം ഇത്രയും ഒരു ഡോ തയ്യാറാക്കിയെങ്കിൽ നമുക്കൊരു 5 ചിക്കൻ റോളിനുള്ളതുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോളിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനൊരു 250 ഗ്രാം ചിക്കൻ നല്ലപോലെ ഉപ്പും മഞ്ഞളും കുരുമുളകും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ചോപ്പറിനകത്തിട്ട് ഇത് കണ്ടോ, 2 മീഡിയം സൈസ് സവോള, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, ഇത്ര ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോളിൻ്റെ നമുക്ക് കൂട്ടുണ്ടാക്കാവേ. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ റോൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മൈദ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഓരോ ബോൾസ് ആക്കി എടുത്ത് നമുക്കൊന്ന് പരത്തിയെടുക്കാവേ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ചിക്കൻ റോളിനുള്ള ബോൾസൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി നമുക്കിതിന് തയ്യാറാക്കാനായിട്ട് നമ്മുടെ ചിക്കൻ്റെ ഒരു കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് കൂട്ട് തയ്യാറാക്കാവേ. അപ്പോൾ ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തു. നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവോള നന്നായിട്ടൊന്നിട്ട് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും കൂടി ഒന്നിടുവാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ നന്നായിട്ട് വഴറ്റി ഇനി നമ്മൾ ഒരു 3/4 ഒത്തിരി അങ്ങ് കരികരാന്നാകണ്ട. നമുക്ക് നമ്മുടെ മീറ്റ് റോളിനുള്ളതാണ്, നമ്മുടെ ചിക്കൻ റോളിനുള്ളതാണ്. അപ്പോൾ നമുക്കത് നല്ലപോലെ വഴന്ന് കിട്ടിയാൽ മതി. അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരു 3/4 മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാവേ. നമ്മളൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണ് നമ്മുടെ പെരിഞ്ചീരകം പൊടിച്ചതും,
ഒരു 3/4 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും, ഒരു 1/4 സ്പൂണ് മല്ലിപ്പൊടിയും, ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ചിക്കൻ റോളിന് വേണ്ടുന്ന നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതാണല്ലോ, അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് ഉപ്പൊക്കെ ഒന്ന് നോക്കി നമുക്ക് വാങ്ങി വെച്ച് നമ്മുടെ ചിക്കൻ റോൾ ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ചിക്കൻ റോളിനുള്ള ചിക്കൻ്റെ കൂട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചു. ഇനിയിപ്പോൾ നമുക്കൊന്ന് പരത്തി അതിനകത്ത് വെച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ റോളിനുള്ള ആ ഷീറ്റൊന്ന് തയ്യാറാക്കാവേ. നമ്മൾ സാധാരണ മൈദയ്ക്കകത്ത് മുക്കി നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ചിക്കൻ റോളിനുള്ള ഷീറ്റ് നമ്മൾ പരത്തിയെടുത്ത് വെച്ച് ഇനി അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കും. ഇങ്ങനെ വെച്ചു, ഇങ്ങനെയൊന്ന് റോൾ ചെയ്തു, ഈ സൈഡ് ഇങ്ങനെയൊന്ന് മടക്കി ഒട്ടിച്ചു. അതാ പൊട്ടി അതിനകത്തേക്ക് പോകാതിരിക്കാൻ കേട്ടോ. ഇനി പൊട്ടിയില്ലെങ്കിൽ ഒരു സ്വല്പം വെള്ളം കൊണ്ട് ഒട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി വീണ്ടും ഇതിങ്ങനെ നന്നായിട്ട് മടക്കി വീണ്ടും ഇവിടെ ഒരു ശകലം വെള്ളം ഇങ്ങനെ തൂത്ത് കൊടുക്കാവേ. അത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം, വെറും സാധാരണ വെച്ച വെള്ളം ഇതിങ്ങനെയൊന്ന് വെച്ചു. ഇതുണ്ട്, ഇങ്ങനെ നമുക്കെല്ലാം ഇങ്ങനെയൊന്ന് ഇതുണ്ട് പരത്തി എടുത്ത് വെക്കാവേ. ഇതങ്ങനെ നമ്മുടെ ചിക്കൻ റോളെല്ലാം നമ്മൾ 6 എണ്ണം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ മുട്ടയ്ക്കകത്ത് മുക്കി ബ്രെഡ് ക്രംസിനകത്തിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുത്താൽ മതി. ഇവിടെ മീറ്റ് റോളൊന്ന് മുക്കി പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ 2 കോഴിമുട്ട അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 4 ബ്രെഡിൻ്റെ ക്രംസ് ബ്രെഡൊന്ന് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് മുക്കി പൊരിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഗോൾഡ് വിന്നറിൻ്റെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്കത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതിയേ. നമുക്ക് ആദ്യമേ നമ്മുടെ മീറ്റ് റോൾ ഓരോന്നെടുത്ത് നമ്മുടെ ബ്രെഡിനകത്ത് ഈ മുട്ടയ്ക്കകത്ത് ഇങ്ങനെ മുക്കി നമ്മുടെ ബ്രെഡ് ക്രംസിനകത്തേക്ക് ഇട്ട് നമുക്കൊന്ന് കോട്ട് ചെയ്ത് എണ്ണയ്ക്കകത്തേക്ക് ഇട്ടെടുക്കാം. ഇനി നമുക്കെല്ലാം ഒന്ന് കോട്ട് ചെയ്ത് ഇടാവേ. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് എടുക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്നങ്ങ് ആ പുറത്തെ ബ്രെഡിൻ്റെ ക്രംസ് അങ്ങ് കരിഞ്ഞിട്ട് അങ്ങ് പോകും. ഇങ്ങനെ നമുക്കിട്ട് കൊടുക്കാവേ. നമുക്കതിനകത്തൊരു 3 എണ്ണ ഞാൻ അതിനകത്തേക്ക് ഇടുന്നതാണ്. പെട്ടെന്ന് നമുക്കുണ്ടാക്കി എടുക്കാവുന്നൊരു സംഭവമാണ് നമ്മുടെ ഈ ചിക്കൻ റോൾ. നമുക്കൊന്ന് തിരിച്ചും ഒന്നും ഇട്ട് കൊടുക്കാം. അന്നേരം ഇടരുത്, ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാനേ. നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് പതഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടയ്ക്കകത്ത് മുക്കിയിട്ടല്ലേ നമ്മൾ ഇട്ടേക്കുന്നത്, അതുകൊണ്ട് വരുന്നതാണ്. വീണ്ടും നമുക്ക് തിരിച്ചും മറിച്ച് വിട്ടുന്നു വറുത്ത് കോരിയെടുക്കാം.
അപ്പോൾ നമ്മുടെ മീറ്റ് റോള് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ റോള് നമുക്കിതൊന്ന് കോരിയെടുക്കാവേ. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇതുപോലെ ഇട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ വന്നിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാവേ. നമ്മുടെ മുട്ട ഇട്ടേക്കുന്നുണ്ട്, അത്രയും അത് പതഞ്ഞിങ്ങനെ വരുന്നത് സാരമില്ല. തീരെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടിട്ടാൽ മതി. അടുത്ത് ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ 6 എണ്ണം ഇതെങ്ങനെ ഇടുവാണേ. ഇതൊന്ന് വറുത്ത് കോരിയെടുക്കും. വീണ്ടും നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടുന്നു വറുത്ത് കോരിയെടുക്കും. ഇതേ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് നമ്മുടെ മീറ്റ് റോള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വറുത്ത് കോരി എടുത്തു. ഇതങ്ങനെ നമ്മുടെ 6 ചിക്കൻ റോളും നമ്മൾ വറുത്ത് കോരി എടുത്തേ. അപ്പോൾ ഇതേ നമ്മളങ്ങനെ നമ്മുടെ മീറ്റ് റോള് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കടകളിലൊക്കെ കിട്ടുന്ന അതേ സെയിം മീറ്റ് റോള് തന്നെ നമ്മളും റെഡിയാക്കി, ചിക്കൻ റോള്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും, വലിയ പാടൊന്നുമില്ല. ചെറിയൊരു മെനക്കേട് മാത്രമേ ഉള്ളൂ. നമ്മൾ കടകളിൽ നിന്ന് കിട്ടുന്നേക്കാളും സൂപ്പർ ടേസ്റ്റിൽ. അപ്പോൾ എല്ലാവരും പിള്ളേർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ചിക്കൻ റോൾ നമുക്ക് ഒന്ന് മുറിച്ച് നോക്കാവേ. ഇതുണ്ടോ, നമ്മുടെ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ സെയിം സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റോള്. നമ്മളിപ്പോൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ മൈദ ഒത്തിരി അകത്ത് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു കനം കുറച്ചാണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്നില്ല. അപ്പോൾ നമ്മൾ മൈദ അതിനകത്ത് കുറച്ച് എടുത്തേക്കുന്നത്. അപ്പം ഇതാണ് എളുപ്പം, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.